അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസു സാലിസു, പാഠം 3. അപ്പോൾ ഈ പാഠത്തിൽ മാരിഫയും നക്കിറയുമാണ്. മാരിഫ എന്ന് പറഞ്ഞാൽ അലിഫ്ലാമ വരും. അലിഫ്ലാമ വരുന്നതോടെ തൻവീന് പോകും. നക്കിറ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഉണ്ടാവില്ല. അലിഫ്ലാം ഇല്ലാത്തതോടെ തൻവീന് വരും. അപ്പോൾ ഇവിടെ നോക്കൂ, കലമുൻ, കലമുൻ. അപ്പോൾ നക്കിറ, അലിഫ്ലാമില്ല, തൻവീനുണ്ട്. അതിനെ മാരിഫ് എങ്ങനെ ആക്കിയ? അൽ കലമു. അപ്പോൾ അലിഫ്ലാമ് വന്നു, തൻവീന് പോയി. അൽ കലമു. അപ്പം നക്കിറ കലമൂന്ന് പറയൂല, തൻവീന് വേണം. കലമുൻ. പിന്നെ അലിഫ്ലാം ഇടാൻ പാടില്ല. മാരിഫ അൽ കലമൂന്ന് പറയണം, അൽ കലമുന്ന് പറയൂല. ഇത് എളുപ്പമാണ്. ബറക്കല്ലാഹു ഫീ. അതുപോലെ കിതാബുൻ, നക്കിറ, അലിഫ്ലാമില്ല, ബുൻ, തൻവീനുണ്ട്. അപ്പോൾ നക്കിറ. അതിനെങ്ങനെ മാരിഫയാക്കിയ? അൽ കിതാബു. അപ്പോൾ അലിഫ്ലാമ് വന്നു, അൽ കിതാബു, തൻവീന് പോയി. ബാൻ്റെ മുകളിൽ തൻവീനില്ല. ജമലുൻ, അല്ലില്ല, തൻവീനുണ്ട്. അപ്പം നക്കീറ. അതിനെ മാരിഫ് എങ്ങനെയാക്കാം? അൽ ജമലു. അലിഫ്ലാം വന്നു, തൻവീന് പോയി. ഇനി അൽ കലമു മക്സൂറുൻ, പേന പൊട്ടിയതാണ്. അൽ കലമു മക്സൂറുൻ. മക്സൂർ എന്ന് പറഞ്ഞാൽ പൊട്ടിയത്. ഇപ്പോൾ ചിത്രം നോക്ക്, പേന പൊട്ടിയത്. അപ്പോൾ ആ പേന പൊട്ടിയതാണ്. അൽ കലമു മക്സൂറുൻ. അപ്പോൾ അൽ കലമു എന്താ? പേന. അൽ കലം അത് ഇസ്മാണോ ഫീലാണോ ഹർഫാണോ? ഇസ്മാണ്. അപ്പോൾ ഈ ജുംല തുടങ്ങുന്നത് ഇസ്മു കൊണ്ടാണോ? അതെ. അപ്പോൾ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് എന്താ പറയുക? ജുംല ഇസ്മിയ. അപ്പോൾ ജുംല ഇസ്മിയ കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ കിട്ടണം? മുബ്തദഉനും ഖബറിനും. മുബ്തദഉനും ഖബറിനും. എന്താ മുബ്തദ? ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. അപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന ഇസ്മേതാ? അൽ കലമു. അപ്പോൾ അൽ കലമു ആണ് മുബ്തദ. അതിൻ്റെ മുബ്തദൻ്റെ അടയാളം എന്തായിരിക്കണം? റഫിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്ത്. ലമ്മത്താണോ? അതെ, അൽ കലമു ലമ്മത്താണ്. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ. എന്തുകൊണ്ടാണ് ലമ്മത്ത് ഒറ്റ ലമ്മത്തായി? തൻവീനല്ല, ഡബിൾ ലമ്മത്തല്ല, ഒറ്റ ലമ്മത്ത്, തൻവീനല്ല. കാരണം അലിഫ്ലാമ് പ്രവേശിച്ചു. അപ്പോൾ അലിഫ്ലാമ് വന്നാൽ ലമ്മത്ത് ഒറ്റന്നേ ഉണ്ടാവുള്ളൂ, ഡബിൾ ഉണ്ടാവില്ല. ലമ്മത്താനി ആയിരിക്കില്ല, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ അൽ കലമു. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ മക്സൂറുൻ. അൽ കലമിനെ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ? അത് പൊട്ടിയതാണ്. ഖബർ എന്താ? പൊട്ടിയതാണ്. മക്സൂറുൻ. അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ്. ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ അടയാളം എന്താ? തൻവീനുള്ള ലമ്മത്ത്. മർഫൂൻ, മർഫൂൻ. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ മക്സൂറുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇവിടെ മുബ്തദ അല്ല് വെച്ചിട്ടാണ് തുടങ്ങിയത്, മാരിഫയാണ്. അപ്പോൾ മുബ്തദൻ്റെ വേറെ നിയമം എന്താ? ഒരു നിയമം നമ്മൾ പഠിച്ചു, മുബ്തദ മർഫൂ ആണ്. റഫിൻ്റെ അടയാളം ലമ്മത്താണ്. റഫിൻ്റെ അടയാളം ലമ്മത്താണ്. മുബ്തദഉൻ മർഫൂൻ. വേറൊരു നിയമം എന്താ? മുബ്തദൻ്റെ മുബ്തദ മാരിഫ ആയിരിക്കും. മുബ്തദ എന്തായിരിക്കും? മാരിഫ ആയിരിക്കും. മാരിഫയാണോ? അതെ, അൽ കലമു. അപ്പോൾ ഇതിൻ്റെ എന്താ മനസ്സിലാക്കാം? മാരിഫയായിട്ട് മുബ്തദ എഴുതാൻ പാടുള്ളൂ. മാരിഫയായിട്ട് മുബ്തദ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എന്താ മനസ്സിലാക്കാം? കലമുൻ മക്സൂർ എന്ന് അപ്പോൾ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റൂല. കലമുൻ മക്സൂർ എന്ന് പറഞ്ഞാൽ അതൊരു ജുംല ഇസ്മിയ അല്ല. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. കലമുൻ മക്സൂറിൻ എന്താണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. കലമുൻ മക്സൂറുൻ മുബ്തദഉൻ മർഫൂൻ അല്ല. കലമുൻ മക്സൂർ എന്ന് പറഞ്ഞാൽ അതിലെ കലമുൻ മുബ്തദഉൻ മർഫൂൻ. മർഫൂനാണ്, മുബ്തദ അല്ല. കാരണം എന്താ? മുബ്തദ മാരിഫ ആയിരിക്കണം. മുബ്തദഉൻ മാരിഫ ആയിരിക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസ് പോലെ എഴുതണമെങ്കിൽ
പേന പൊട്ടിയതാണ് എന്ന അർത്ഥത്തിലൊരു സെൻറ്റൻസ് എഴുതണമെങ്കിൽ ആ കലമിന് എന്ത് വേണം? അലിഫ്ലാം ഇടണം. അപ്പോൾ അൽ കലമു മക്സൂർ എന്ന് പറഞ്ഞാൽ അൽ കലമു മുബ്തദ ആവുള്ളൂ. കലമുൻ മക്സൂർ എന്ന് പറഞ്ഞാൽ കലമുൻ മുബ്തദ ആവില്ല. എന്തുകൊണ്ടാവില്ല നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ഇപ്പോൾ ഇത് മനസ്സിലാക്കണം. മുബ്തദയാക്കണമെങ്കിൽ ആ മുബ്തദ മാരിഫ ആയിരിക്കണം. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ മാരിഫ കലമിനെ മാരിഫ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല് എഴുതണം. അല്ല് എഴുതിയ ഓട്ടോമാറ്റിക്കലി അവസാനത്തെ അക്ഷരത്തിന് എന്ത് സംഭവിക്കും? തൻവീന് പോകും. അപ്പോൾ അൽ കലമു. അപ്പോൾ പേന പൊട്ടിയതാണ്. അടുത്ത് നോക്കാം. അൽ ബാബു മഫ്തൂഹുൻ. വാതിൽ തുറന്നതാണ്. ആ വാതിൽ തുറന്നതാണ്. തുറക്കപ്പെട്ടതാണ്. അപ്പോൾ അൽ ബാബു ഇസ്മ കൊണ്ട് തുടങ്ങുന്നു അല്ലേ? ബാബ് ഇസ്മാണ്. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ നമുക്ക് മുബ്തദയും ഖബറും കിട്ടണം. അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. ആരംഭിക്കുന്ന ഇസ്മേതാ? അൽ ബാബു. അപ്പോൾ അത് മുബ്തദയാണ്. അപ്പോൾ മുബ്തദവൻ മർഫൂൻ. അപ്പോൾ എന്താണ്? മാരിഫി ആയിരിക്കണം അല്ലേ? ബാബുൻ മഫ്തൂഹ് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അത് ജുംല ഇസ്മിയ അല്ല. പിന്നെ എങ്ങനെ എഴുതണം? അൽ ബാബു മഫ്തൂഹ് എന്ന് എഴുതണം. കാരണം മുബ്തദ മാരിഫയാണ്. പിന്നെ അതെന്താണ്? മർഫു ആണ്. റഫിൻ്റെ അടയാളം എന്താ? ദമ്മത്താണ്. അപ്പോൾ അൽ ബാബു, ബാൻ്റെ മുകളിൽ ദമ്മത്ത്. അൽ ബാബുവിന് തൻവീൻ ഇടാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അല്ല് പ്രവേശിച്ചാൽ തൻവീന് പോകും. അപ്പോൾ അൽ ബാബു മഫ്തൂഹുൻ, വാതിൽ തുറന്നതാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ മുബ്തദൻ്റെ രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, അത് മർഫു ആയിരിക്കണം, റഫിൻ്റെ അടയാളം ദമ്മത്തായിരിക്കണം. രണ്ട്, അതെന്തായിരിക്കണം? പിന്നെ മാരിഫ ആയിരിക്കണം. അലിഫ്ലാം ഇട്ടിട്ട് ഇങ്ങനത്തെ ഇസ്മുകൾ എഴുതാൻ പാടുള്ളൂ. എഴുതാൻ പാടുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലത്തെ പാഠത്തിലേക്ക് പോകാം. ഹാദാ കിതാബുൻ, ഇതൊരു പുസ്തകമാണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ അല്ലേ? ഹാദ മുബ്തദഉൻ മർഫൂൻ. പക്ഷെ ഹാദ മബ്നിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. ഇനി ഹാദൻ്റെ അപ്പോൾ മർഫൂൻ, എന്തുകൊണ്ട് മർഫൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. മബ്നിയാണെങ്കിലും നമ്മൾ അവിടെ റഫിൻ്റെ അടയാളം വരില്ല, മബ്നി ആയതുകൊണ്ട്. ഹാദ എപ്പോഴും അവസാനത്തെ അക്ഷരം അലിഫിൻ്റെ മുകളിൽ സുക്കൂനായിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാണ്, മർഫൂ ആവില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയ നിയമം പഠിച്ചു. മുബ്തദ മാരിഫ ആയിരിക്കണം. അപ്പോൾ ഹാദ മുബ്തദയാണ്. അപ്പോൾ ഹാദ മുബ്തദ മാരിഫയാണോ? മാരിഫയാണ്. കാരണം എന്താ? ഹാദ മുബ്തദയാണ്. അപ്പോൾ അലിഫ്ലാം ഇല്ലാണ്ടും മാരിഫ വരാം. ഇപ്പോൾ ഈ മബ്നിയായ വാക്കുകൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ അൽ ഹാദ എന്ന് എഴുതൂല. ഓക്കെ. അതേപോലെ നമ്മൾ ദാലിക്ക പഠിച്ചു. ദാലിക്ക കിതാബുൻ, അതൊരു പുസ്തകമാണ്. അപ്പോൾ ദാലിക്ക മുബ്തദഉൻ മർഫൂൻ. എന്തുകൊണ്ട് മർഫൂൻ? നമുക്കറിയാം, അത് മബ്നിയാണ്. റഫിൻ്റെ അടയാളം നമ്മൾ എഴുതൂല. അത് മനസ്സിൽ കരുതിയേ വേണ്ടേ. അതിന് റഫാണ്. കാരണം മുബ്തദൻ്റെ സ്ഥാനത്തായതുകൊണ്ട് അത് മർഫൂ ആണ്. ദാലിക്കൂ എന്ന് എഴുതൂല, ദാലിക്ക. അതേപോലെ ഇപ്പം നമ്മൾ പുതിയ നിയമം പഠിച്ചു. മുബ്തദ മാരിഫയും കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പം എന്താ? ദാലിക്ക മർഫൂ മാത്രമല്ല, അത് മാരിഫയാണ്. അലിഫ്ലാം ഇടണോ? അലിഫ്ലാം ഇടണ്ട. അപ്പോൾ പിന്നെ അൽ കലമു മക്സൂർ എന്ന് പറഞ്ഞാൽ പേന പൊട്ടിയതാണെന്ന് പറയുമ്പോൾ ആ അൽ കലമു മാരിഫയാണ്. അപ്പോൾ ഏതോ പേനയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പിന്നെയോ ആ പ്രത്യേകമായ നമുക്ക് അറിവുള്ള പരിചിതമായ പേനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണത് മാരിഫ. അൽ ബാബു മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ ആ ഏതോ വാതിലിനെ കുറിച്ചല്ല, അറിയാത്തൊരു വാതിലിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. പിന്നെയോ അറിയുന്ന പരിചിതമായ വാതിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അൽ ബാബ് എന്താ? മാരിഫയാണ്. അതുപോലെ ഹാദാ കിതാബ്, ഇതൊരു പുസ്തകമാണെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാത്ത ഏതോ ഒരു ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ആ അറിയുന്ന പരിചിതമായ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. അൽ വലതു ജാലിസുൻ, കുട്ടി ഇരിക്കുന്നവനാണ്. കുട്ടി ഇരിക്കുന്നവനാണ്. അപ്പോൾ
ഇസ്മ കൊണ്ട് തുടങ്ങി. അപ്പോൾ ഇസ്മ ഏതാ? അൽ വലതു, ആൺകുട്ടി. അപ്പോൾ അൽ വലതു എന്താ? ആരംഭിക്കുന്ന ഇസ്മ. അപ്പോൾ അത് മുബ്തദ. മർഫു ആണോ? അൽ വലതു മർഫു ആണ്. എന്തുകൊണ്ട് തൻവീന് പോയി? ഒറ്റ ദമ്മത്ത് അല്ല് വന്നു. അപ്പോൾ അൽ വലതു, അൽ വലതു എന്ന് എഴുതൂല. പിന്നെ വലതുൻ ജാലിസു എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? മുബ്തദ മാരിഫയാണ്. അപ്പോൾ അൽ വലതു ജാലിസു എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അൽ വലതു മുബ്തദഉൻ മർഫൂൻ, ജാലിസുൻ ഖബറുൻ മർഫൂൻ. ഒറ്റ വാക്കിലുള്ള ഖബർ തൻവീനുള്ളതായിരിക്കും, ദമ്മത്തുമായിരിക്കും. വൽ മുദർരിസു വാക്കിഫുൻ, ടീച്ചർ നിൽക്കുന്നവനുമാണ്. ടീച്ചർ നിൽക്കുന്നവനുമാണ്. വാക്കിഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ. അപ്പോൾ വാ എന്താ? ഹർഫു അൽ അത്തഫി, ഹർഫു അത്തഫി. മുദരിസ് എന്താ? മുബ്തദഉൻ മർഫൂൻ. അല്ലിടണോ? അല്ലിടണം. കാരണം എന്താ? മുബ്തദ മാരിഫയാണ്. മുബ്തദ എപ്പോഴും മാരിഫയാണ്. അപ്പോൾ അൽ മുദരിസു. എന്തുകൊണ്ട് അൽ മുദരിസു എന്ന് പറയാത്ത? കാരണം അല്ല് പ്രവേശിച്ച തൻവീന് പോകും. അപ്പോൾ അൽ മുദരിസു, അൽ മുദരിസു. വാക്കിഫുൻ, ഒറ്റ വാക്കിലുള്ള ഖബർ മർഫു ആണ്. വാക്കിഫ് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. വാക്കിഫിൻ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. വാക്കിഫുൻ. കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ എപ്പോഴും മർഫു ആയിരിക്കും, തൻവീനായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴെന്ന് പറയുമ്പോഴും ചില എക്സെപ്ഷൻസ് വരും കേട്ടോ. അപൂർവമായിട്ട് ഈ നിയമത്തിനെതിരായിട്ടും വരാം. മനസ്സിലായില്ലേ? അത് നമ്മൾ ഓരോ പാഠത്തിൽ ഇങ്ങനെ പ്രവേശിക്കുമ്പം അതവിടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ് മാരിഫ എപ്പോഴും അലിഫ്ലാം ഉണ്ടാവുന്നു അല്ലേ? ഈ പാഠത്തിൽ അങ്ങനെ പറഞ്ഞു. മാരിഫക്ക് എപ്പോഴും അലിഫ്ലാം ഉണ്ടാവും. നമ്മൾ അലിഫ്ലാം ഇട്ടിട്ടേ മാരിഫ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഹാസക്ക് അലിഫ്ലാം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു എക്സെപ്ഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം എന്താണ് അതിനൊരു എക്സെപ്ഷൻ ചില സമയങ്ങളിൽ വരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ്സും പഠിക്കുകയാണ്. ജാലിസു എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുന്നവൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? വാക്കിഫ്, നിൽക്കുന്നവൻ. ഇനി അടുത്തത് നോക്കൂ. അൽ കിതാബു ജദീദുൻ, ആ പുസ്തകം പുതിയതാണ്. വൽ കലമു ഖദീമുൻ, പേന പഴയതുമാണ്. അപ്പോൾ അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ. ഇനി എളുപ്പമല്ലേ? ആരംഭിക്കുന്ന ഇസ്മ കിതാബാണ്. അപ്പോൾ മുബ്തദ, അപ്പോൾ മർഫൂ ആയിരിക്കണം. അൽ കിതാബു ദമ്മത്താണ്. അൽ കിതാബ എന്ന് പറയാൻ പാടില്ല, അൽ കിതാബി എന്ന് പറയാൻ പാടില്ല. മുബ്തദ മർഫൂ ആണ്. അപ്പോൾ അൽ കിതാബു. അപ്പോൾ എന്തുകൊണ്ട് തൻവീനില്ല? അല്ല് പ്രവേശിച്ചു. ഇനി മുബ്തദക്ക് അല്ലിടണോ? അല്ലിടണം. ഇങ്ങനത്തെ ഇസ്മുകൾക്ക്, മുഅറബായ ഇസ്മുകൾക്ക് അല്ല് ഇടണം. അൽ കിതാബു ജദീദുൻ, ജദീദുൻ എന്താ? ഖബറുൻ മർഫൂൻ. വൽ കലമു ഖദീമുൻ, പേന പഴയതുമാണ്. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ, ഖദീമുൻ ഖബറുൻ മർഫൂൻ. അൽ ഹിമാറു സഗീറുൻ വൽ ഹിസാനു കബീറുൻ, കഴുത ചെറുതും കുതിര വലുതുമാണ്. അപ്പോൾ അൽ ഹിമാറു മുബ്തദഉൻ മർഫൂൻ, സഗീറുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫു അത്തഫ്, രണ്ട് ജുംലകൾ യോജിപ്പിക്കുകയാണ്. അതാണ് വാവ്, ഹർഫു അത്തഫ്. അൽ ഹിസാനു മുബ്തദഉൻ മർഫൂൻ, കബീറുൻ ഖബറുൻ മർഫൂൻ. അൽ കുർസിയു മക്സൂറുൻ, കസേര പൊട്ടിയതാണ്. അപ്പോൾ അൽ കുർസിയു മുബ്തദഉൻ മർഫൂൻ, മക്സൂറുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ മുബ്തദക്ക് അലിഫ് ലാം ഇടണം, മർഫൂ ആയിരിക്കണം. അൽ കുർസിയ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അൽ കുർസി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അൽ കുർസിയു മുബ്തദ മർഫൂ ആയിരിക്കണം. പിന്നെ അതെന്തായിരിക്കണം? അലിഫ് ലാം ഇടണം. മക്സൂറുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ മർഫൂൻ. അൽ മിന്ദീലു വസിഖുൻ, തുവാല ടവൽ എന്താണ്? വസിഖുൻ, വൃത്തിയില്ലാത്തതാണ്, ഡേർട്ടി. വസിഖുൻ എന്ന് പറഞ്ഞാൽ ഡേർട്ടി. ഉറുമാലാണ് മിന്ദീൽ. ഉറുമാൽ ഹാങ്കർചീഫില്ല, ഹാങ്കർചീഫ്, അതാണ് മിന്ദീൽ, ഉറുമാൽ. അപ്പോൾ അൽ മിന്ദീലു മുബ്തദഉൻ മർഫൂൻ, വസിഖുൻ ഖബറുൻ മർഫൂൻ. അൽ മാവു ബാരിദുൻ, വെള്ളം തണുത്തതാണ്.
അപ്പോൾ ഇസ്മ കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ അൽമാ ഉ. അപ്പോൾ അൽമാ ഉ മുബ്തദഉൻ മർഫൂൻ. അൽമാ എന്ന് പറയാൻ പറ്റൂല, അൽമാ എന്ന് പറയാൻ പറ്റൂല, അൽമാ ഉ. പിന്നെ അലിഫ്ലാം ഇടണം. അപ്പോൾ മാരിഫ മുബ്തദ മാരിഫ. ബാരിദുനോ ഖബറുൻ മർഫൂൻ. ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ എന്താണ്? നക്കിറയാണ്. കണ്ടോ, ശ്രദ്ധിച്ചോ? ഒറ്റ വാക്കിൽ വരുന്ന എല്ലാ പദങ്ങളും ശ്രദ്ധിച്ചു നോക്ക്. നക്കിറയാണ്. അലിഫ്ലാമില്ല, തൻവീനുണ്ട്. അലിഫ്ലാമില്ല, തൻവീനുണ്ട്. നമുക്ക് മുകളിൽ പരിശോധിച്ച് നോക്കാം. മക്സൂറുൻ ഖബറുൻ മർഫൂൻ. അലിഫ്ലാമില്ല, തൻവീനുണ്ട്. മഫ്തൂഹുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. ജാലിസുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. വാക്കിഫുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. പിന്നെ ജദീദുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. ഖദീമുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. അപ്പോൾ എല്ലാ ഖബർ ഒറ്റ വാക്കിൽ വരുന്നത് നക്കിറയാണ്. നേരത്തെ പറഞ്ഞ മാതിരി എക്സെപ്ഷൻസ് വരാം. മക്സൂറുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. ബാരിദുൻ അലിഫ്ലാമില്ല, തൻവീനുണ്ട്. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. വീട് അടുത്താണ്, മസ്ജിദ് ദൂരെയുമാണ്. അപ്പോൾ അൽ ബൈത്തു മുബ്തദഉൻ മർഫൂൻ, ഖരീബുൻ ഖബറുൻ മർഫൂൻ, വ ഹർഫു അതഫ്. അൽ മസ്ജിദു മുബ്തദഉൻ മർഫൂൻ, ബഈദുൻ ഖബറുൻ മർഫൂൻ. ഇനി അൽ ഖമറു ജമീലുൻ. ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. അൽ ഖമറു മുബ്തദഉൻ മർഫൂൻ, ജമീലുൻ ഖബറുൻ മർഫൂൻ. ഖബർ കണ്ടോ, നക്കിറ, അലിഫ്ലാമില്ല, തൻവീന് ഉണ്ട്. ജമീലുൻ. അൽ ഖമറുൽ ജമീലു എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ജുംല ഇസ്മി ആവൂല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. പിന്നെയോ അൽ ഖമറു ജമീലുൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഖബറിന് നക്കിറയാണ്. അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാവില്ല. അൽ ഹജറു സഖീലുൻ. കല്ല് ഖനമുള്ളതാണ്. വൽ വറഖു ഖഫീഫുൻ. പിന്നെ ഇല ഖനമില്ലാത്തതാണ്, അല്ലെങ്കിൽ പേപ്പർ ഖനമില്ലാത്തതാണ്. അപ്പോൾ അൽ വറഖു മുബ്തദഉൻ മർഫൂൻ, ഖഫീഫുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ മുബ്തദ മാരിഫയാണ്. അലിഫ്ലാം ഉണ്ടാവും, തൻവീൻ ഉണ്ടാവില്ല. ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറയാണ്. അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഓപ്പോസിറ്റ്സും പഠിച്ചു അല്ലേ? സക്കീൽ എന്ന് പറഞ്ഞാൽ കനമുള്ളത്, ഖഫീഫ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്, കരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളത്. ഇനി അൽ ലബനു ഹാറൂൻ. പാല് ചൂടുള്ളതാണ്. അപ്പോൾ അൽ ലബനു മുബ്തദഉൻ മർഫൂൻ, ഹാറൂൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ അല്ലുണ്ടോ? അല്ലുണ്ട്. മുബ്തദക്ക് അല്ലിടണോ? അല്ലിടണം. അപ്പോൾ മാരിഫയാക്കണം. ഇനി അൽ ലബന എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, കാരണം മുബ്തദയാണ്, മർഫൂ ആയിരിക്കണം. അൽ ലബനി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, കാരണം മുബ്തദ മർഫൂ ആണ്. റഫിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്ത്. അപ്പോൾ അൽ ലബനു ഹാറൂൻ. ഇനി ഹാറൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ്. അലിഫ്ലാം ഇടാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അലിഫ്ലാം പോയതോടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവസാനത്തെ അക്ഷരത്തിന് തൻവീന് വരും. അപ്പോൾ അൽ ലബനു ഹാറൂൻ. പാല് ചൂടുള്ളതാണ്. കുറച്ച് മേലെ അഞ്ചാമത്തെ നോക്കൂ. അൽ മാഉ ബാരിദുൻ. അപ്പോൾ ബാരിദുൻ്റെ ഓപ്പോസിറ്റാണ് ഹാറൂൻ. ബാരിദുൻ്റെ ഓപ്പോസിറ്റാണ് ഹാറൂൻ. ബാരിദ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളത്, ഹാറൂൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്. ഇനി അവസാനത്തെ ജുംല ഇസ്മിയ. അൽ ഖമീസു നളീഫുൻ. കുപ്പായം വൃത്തിയുള്ളതാണ്. അപ്പോൾ അൽ ഖമീസു മുബ്തദഉൻ മർഫൂൻ, നളീഫുൻ ഖബറുൻ മർഫൂൻ. ആരംഭിക്കുന്ന ഇസ്മ അൽ ഖമീസു മുബ്തദ. രണ്ട് നിയമങ്ങൾ, മർഫൂ ആയിരിക്കണം, മാരിഫ ആയിരിക്കണം. രണ്ടും ഉണ്ടോ? ഉണ്ട്. അൽ ഖമീസു എന്ന് എഴുതിയ, അൽ ഖമീസ എന്നല്ല, അൽ ഖമീസി എന്നല്ല, അൽ ഖമീസു. പിന്നെ അലിഫ്ലാം പ്രവേശിച്ചു, അലിഫ്ലാം പ്രവേശിച്ചു, കാരണം മുബ്തദക്ക് മാരിഫയാക്കണം. അപ്പോൾ അൽ ഖമീസു. അപ്പോൾ അൽ ഖമീസു നളീഫുൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അതെന്താ? അലിഫ്ലാം ഇടാൻ പാടില്ല. അലിഫ്ലാം ഇടാത്തതോടെ നളീഫു എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, നളീഫുൻ. അതിന് തൻവീന് ഇടണം. അപ്പോൾ അൽ ഖമീസു നളീഫുൻ. അപ്പോൾ നേരത്തെ മുകളിൽ വായിച്ച അൽ മിന്ദീലു വസിഖുൻ. വസിഖുൻ്റെ ഓപ്പോസിറ്റാണ് നളീഫുൻ. വസിഖുൻ എന്ന് പറഞ്ഞാൽ
വൃത്തികേടായത്. നദീഫ് എന്ന് പറഞ്ഞാൽ വൃത്തി ഉള്ളത്. അപ്പോൾ ഇതാണ് മാരിഫ നക്കിറ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. കുറേ പുതിയ പദങ്ങളും നമ്മൾ പഠിച്ചു.